അല്പസമയം വചനം ധ്യാനിക്കാം. യൂട്യൂബിൽ എന്നെ കാണുന്ന എല്ലാ സഹോദരങ്ങളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വീണ്ടും നമ്മൾ ആത്മാവിന്റെ ചില ആഴങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്. സ്തോത്രം. താങ്ക് യു ജീസസ്. ഞാൻ ഇന്നലെ ചിന്തിച്ചതെന്ന് പറഞ്ഞാൽ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു ചിന്തിച്ചത്. ആത്മാവിൽ വസിക്കുന്ന കാര്യങ്ങളെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ചിന്തിച്ചത് ഇതൊക്കെയായിരുന്നു. നാം അത് ഒരിക്കൽ വായിക്കാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4:6 അതാണ് നമ്മൾ ചിന്തിച്ചത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. ആ ആ ആ ആ പുത്രനത്രേ. അതെ, നാം മക്കളാകുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. നാം മക്കളാകുകൊണ്ട്, നമ്മൾ ആരാണപ്പോൾ? മക്കൾ. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു എന്നാ പറയുന്നത്? അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അബ്ബാ പിതാവേ എന്ന് ആര് വിളിക്കുന്ന? ആര് വിളിക്കും? അതന്നെ, നിങ്ങൾ ഓരോരുത്തരും അമൃത വിളിക്കും. എന്ത് വിളിക്കും? അബ്ബാ എന്ന് വിളിക്കും. പപ്പാ, ഡാഡി. ഞാൻ എൻ്റെ ഡാഡി വിളിക്കാം. ഡാഡി ഇവിടെ ഇരുമ്പുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വിളിക്കുന്നത്? സ്വപുത്രന്റെ ആത്മാവിനെ. പുത്രൻ ആരാണ്? ജീസസ്. യേശുവിൻ്റെ ആത്മാവിനെയാണ് നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചിരിക്കുന്നത്. അയ്യോ, ആലോചിച്ച് നോക്കിക്കേ. യേശുവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പിതാവിനെ, ദൈവത്തെ എന്ത് വിളിക്കുന്നു? അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് വിളിച്ച് പ്രാർത്ഥിക്കാം? അബ്ബാ പിതാവേ എന്ന് വിളിക്കണം. എത്ര പ്രാവശ്യം വിളിക്കും? എപ്പോഴും വിളിക്കും. എപ്പോഴും വിളിക്കാമെന്ന് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മുടെ ഉള്ളിലിരിക്കുന്നത് പുത്രന്റെ ആത്മാവാണ്. ഹല്ലേലൂയ. എത്ര സന്തോഷം അല്ലേ? ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ യേശു എങ്ങനെയാണോ പിതാവേ പിതാവേ എന്ന് വിളിച്ചത്, നമ്മൾ ഈ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ എപ്പോഴും പിതാവേ എന്നാ സംബോധന ചെയ്യുന്നത് കാണുന്നത്. ശരിയല്ലേ? ആണ്. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം ഒഴിച്ചാൽ ക്രൂശിൽ കിടന്നപ്പോൾ എൻ്റെ ദൈവമേ എന്നാ വിളിച്ചത്. ക്രൂശിൽ കിടന്നപ്പോൾ എന്തുണ്ടാ? നമ്മുടെ പാപം എല്ലാം കൂടെ ഏറ്റെടുത്ത് പിതാവേ എന്ന് വിളിക്കാനുള്ള യോഗ്യത എനിക്ക് നഷ്ടപ്പെട്ടു പോയി. പാപിയായിപ്പോയി. മനസ്സിലായോ? നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടു. അപ്പോൾ മാത്രമാണ് എൻ്റെ ദൈവമേ എന്ന് വിളിക്കാനായിട്ടിടയായിത്തീരുന്നത്. അല്ലാതെ എല്ലാ സമയങ്ങളിൽ താൻ പിതാവേ, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു, പിതാവ് ഇന്നത് പറയണമെന്ന് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു, അല്ലേ? പിതാവ് എന്നോട് കൂടെയുണ്ട്. എപ്പോഴും പിതാവേ പിതാവേ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്കും അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അബ്ബാ പിതാവേ, പിതാവ് എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് മടിയുണ്ടോ? പിതാവ് എന്നോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. എന്തൊരു അഫക്ഷനാണ്, എന്തൊരു സ്നേഹം അല്ലേ? പിതാവ്, ദൈവം ദൈവം എന്ന് പറയുമ്പോൾ ഏതാണ്ട് എത്രയോ കിലോമീറ്റർ അകലം നിന്ന് പറയുന്ന പോലെ നമുക്ക് തോന്നും, അല്ലേ? ദൈവം എൻ്റെ പിതാവ് എൻ്റെ കൂടെ ഉണ്ട്. ഓ ഹല്ലേലൂയ. എന്തൊരു സന്തോഷം അത് പറയുമ്പോൾ. പിതാവ് എൻ്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നതുകൊണ്ട് അവനെ ഏകനായി വിട്ടിട്ടില്ല. പിതാവ് എൻ്റെ കൂടെ ഉണ്ട്. പറയാമോ ഇന്ന് മുതൽ അങ്ങനെ? ഇന്ന് മുതൽ അങ്ങനെ പറയാമോ? ആരോടൊക്കെ പറയും? ആരോടൊക്കെ പറയാൻ പോകുന്നു? ഓ ആമേൻ, സ്തോത്രം. കറക്റ്റാ. ഒരു ദൈവങ്ങളെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു ദേവന്മാർക്കും, ഓക്കെ, ഒരു ദേവൻ എന്ന് പറയുന്നവർക്കും അബ്ബ എന്ന് വിളിക്കാനുള്ള അവകാശം, അബ്ബാ പിതാവ് എന്ന് വിളിക്കാൻ പറ്റത്തില്ല. അവരെ കാണണമെങ്കിൽ നമുക്ക് ആ അവകാശത്തെ തന്നു. കറക്റ്റാ. ആ ഒരു റെവലേഷൻ അകത്തുള്ളതിനായി സ്തോത്രം. ഇപ്പം ഏത് ദൈവങ്ങളുടെ അടുത്ത് പോയാലും അവരുടെ പേര് പറഞ്ഞ് വിളിക്കണം, അല്ലേ? അല്ലെങ്കിൽ യജമാനനെ എന്ന് വേണമെങ്കിൽ വിളിക്കാം, അതെ. പക്ഷെ നമുക്ക് അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ. ഹല്ലേലൂയ. എല്ലാ ദൈവങ്ങളെ കാണണമെങ്കിലും അങ്ങോട്ട് പോകണ്ടേ? അങ്ങോട്ട് പോയി കാണണ്ടേ? കർത്താവ് ഇങ്ങോട്ട് വന്ന് നമ്മളെ കാണും. ഹല്ലേലൂയ. നമുക്ക് അങ്ങോട്ട് പോവേണ്ട ആവശ്യം ഇല്ല. ഹല്ലേലൂയ. ഇങ്ങോട്ട് താൻ ഇറങ്ങി വരും. ഹല്ലേലൂയ. അപ്പോൾ ഒരിടത്തും ഇല്ലാത്തൊരു സ്വാതന്ത്ര്യം അബ്ബ എന്ന് വിളിക്കാൻ.
അത് നമുക്ക് മാത്രമുള്ള ഒരു സ്വാതന്ത്ര്യം. ആമേൻ, ഹല്ലേലൂയ. ഓർത്ത് എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നു. അബ്ബാ എന്നെനിക്ക് വിളിക്കാൻ കഴിയും. ഹല്ലേലൂയ. സ്തോത്രം പറയാൻ കഴിയട്ടെ. അത് ഓർത്ത് ഇന്ന് മുതൽ പറയണം അടുത്തുള്ളവരോട്, എൻ്റെ പിതാവ് എൻ്റെ കൂടെ ഉണ്ട്. പറയണം കേട്ടോ, എൻ്റെ പിതാവ് എൻ്റെ കൂടെ ഉണ്ട്. എത്ര പേർക്ക് പറയാം? എത്ര പേർക്ക് പറയാൻ പറ്റും? ആ, എൻ്റെ പിതാവ് എൻ്റെ കൂടെ ഉണ്ട്. അപ്പൊ കേൾക്കുന്നവർ ചോദിക്കും, ആരാ ഈ പിതാവ്? ആരാ? സർവശക്തനായ ദൈവം. ആഹാ, ദൈവത്തെയാണോ ഈ പിതാവ് എന്ന് വിളിക്കുന്നത്? എങ്ങനെ പിതാവായി ദൈവം? പറയാനുള്ള അവസരം, സുവിശേഷം. ഏകപുത്രന്റെ യാഗത്താൽ എന്നെ മകനാക്കി സ്വപുത്രന്റെ ആത്മാവിനെ എൻ്റെ ഹൃദയത്തിൽ അയച്ചു. പുത്രിയുടെ ആത്മാവിനാണ് അയച്ചത്. പുത്രന്റെ. അതുകൊണ്ടാണ് ഞാൻ ഈ പുത്രൻ പുത്രൻ എന്ന് പറയുന്നത്. നമ്മളെല്ലാം ശരീരം കൊണ്ടാണ് വ്യത്യസ്തർ അല്ലേ? സ്ത്രീയുടെ ശരീരം, പുരുഷന്റെ ശരീരം. എന്തിനാണ്? ഈ ലോകത്തിൽ തലമുറകളെ നിലനിർത്തേണ്ടതിന്. ദൈവം അനുഗ്രഹിച്ചപ്പോൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകണമെങ്കിൽ രണ്ട് വ്യത്യസ്ത ശരീരം നമുക്ക് ആവശ്യമാണല്ലേ? പക്ഷെ ആത്മാവിൽ നമ്മളെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ഇപ്പോൾ മണവാട്ടിയായ സഭ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതിൽ സ്ത്രീയും പുരുഷനും ഉണ്ടല്ലോ. മണവാട്ടി സഭ എന്ന് പറയുമ്പോൾ എങ്ങനെ പുരുഷൻ മണവാട്ടിയായി? ഇതാണ് കാര്യം. നമുക്ക് അവിടെയാണ് റെവലേഷൻ വേണ്ടത്. ഹല്ലേലൂയ. ഇതിൽ സ്ത്രീയെന്നോ പുരുഷനോ ഉള്ള വ്യത്യാസമില്ല. ക്രിസ്തുവിൽ എല്ലാവരും ഒന്നത്രേ. എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തിരിക്കുന്നു, ഒരേ ആത്മാവിനാൽ നടത്തപ്പെടുന്നു. എന്ത് വ്യത്യാസമുള്ളത്? ഒന്നുമില്ല. ഹല്ലേലൂയ. നമ്മൾ അത് അറിയാനായിട്ട് ശ്രമിക്കണം. എല്ലാവരും ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. നമുക്ക് ഏത് സമയത്തും അബ്ബ, പിതാവേ എന്ന് വിളിക്കാനായി കഴിയും. ഹല്ലേലൂയ. നമുക്കതിനുള്ള ഒരു അവകാശം, അധികാരം ദൈവം തന്നിരിക്കുന്നു. നമ്മൾ ആ അധികാരത്തെ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിൻ്റെ മകനാണെന്ന് ഉറപ്പോടെ പറയാനായിട്ട് നമുക്ക് കഴിയണം. ഹല്ലേലൂയ. നമുക്ക് അടുത്തൊരു വാക്യത്തിലേക്ക് വരാം. ഞാൻ കഴിഞ്ഞ ദിവസം അത് വായിച്ചതാണ്. റോമർക്ക് എഴുതിയ ലേഖനം 8 അതിൻ്റെ 16. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവുദാനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. അപ്പം നാം ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ളത് വെറുതെ ആരെങ്കിലും എഴുതി വെച്ചൊരു കാര്യമല്ല. ഏതാത്മാവ്? പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറയുന്നു. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അത് നമ്മൾ കേൾക്കണം. എല്ലാവരോടും പരിശുദ്ധാത്മാവ് അത് പറയില്ലേ? നമുക്കത് കേൾക്കാനായി കഴിയണം. നമ്മൾ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. For the Holy Spirit makes God's fatherhood real to us. He whispers into our innermost being, you are God's beloved child. നമ്മുടെ അകത്തെ മനുഷ്യനോട്, അകത്തെ മനുഷ്യൻ ആരാണ്? ആത്മ മനുഷ്യനോട് പരിശുദ്ധാത്മാവ് മന്ത്രിക്കുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു എന്താണെന്ന്? നീ ദൈവത്തിൻ്റെ സ്നേഹമുള്ള അല്ലേ, ബിലൗഡ് സണ്ണാണ്. അപ്പം നമുക്ക് ദൈവത്തിൻ്റെ ആ ഒരു പിതൃത്വം ശരിക്കും മനസ്സിലാകുന്നത് അപ്പോഴാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മളോട് അങ്ങനെ സംസാരിക്കുമ്പോൾ, നിങ്ങൾ അങ്ങനെ കേട്ടിട്ടില്ലെങ്കിലും നിങ്ങൾ അങ്ങനെയാണ് പറഞ്ഞാട്ടെ, ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്. പറയാട്ടെ, ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്. എൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് പുത്രത്വത്തിൻ്റെ ആത്മാവാണ്. ഹല്ലേലൂയ. ഞാൻ അനാഥനല്ല. ചിലരെല്ലാം പറയും ഞാൻ അനാഥനാണ്, എനിക്ക് ആരുമില്ല അല്ലേ? ദൈവം നിങ്ങളുടെ പിതാവായിരിക്കെ നിങ്ങൾ എങ്ങനെ അനാഥരെന്ന് പറയും? ദൈവം നിങ്ങളുടെ പിതാവായിരിക്കെ, നിങ്ങളുടെ ഉള്ളിൽ പുത്രത്വത്തിൻ്റെ ആത്മാവിരിക്കെ നിങ്ങൾ അനാഥരാണെന്നോ ആരുമില്ലാത്തവരെന്നോ ഒരിക്കലും പറയരുത്. ഹല്ലേലൂയ. എനിക്ക് ആരുമില്ല സിസ്റ്റർ എന്ന് ഒത്തിരി പേർ പറയുന്നവരുണ്ട്. ആരുമില്ലെന്നല്ല, നിങ്ങളുടെ കൂടെ നിങ്ങളുടെ പിതാവുണ്ട്. ഹല്ലേലൂയ. എൻ്റെ പിതാവ് എന്നോട് കൂടെ ഉണ്ട്. ഇന്ന് മുതൽ നിങ്ങൾ എന്ത് സാഹചര്യം വന്നാൽ ഇത് പറയണം. പറയൂ. എന്ത് പറയും? എൻ്റെ പിതാവ് എന്നോട് കൂടെ ഉണ്ട്, ഒന്നും സംഭവിക്കില്ല. ഹല്ലേലൂയ. ഡോക്ടർ പറയും, റിപ്പോർട്ടെല്ലാം നോക്കിയിട്ട് ഇത് പ്രശ്നമുള്ള രോഗം, ചികിത്സയൊന്നുമില്ല, പറഞ്ഞേക്കാം. അല്ലെങ്കിൽ ഓപ്പറേഷൻ വേണം, പറഞ്ഞേക്കാം. മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ഇനി ഇവിടെയൊക്കെ തീർന്നു, ഇത്ര വർഷമേ ജീവിക്കൂ. എൻ്റെ പിതാവ് എന്നോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഹല്ലേലൂയ. ദൈവം എത്ര കാലം ഇവിടെ വെച്ചിട്ടുണ്ടോ അതുവരെ ഞാൻ ജീവിക്കും. നമ്മൾ എന്തെങ്കിലും ഒരു രോഗമാണെന്ന് പറഞ്ഞാൽ
നെഞ്ചുവേദന വരുമ്പോൾ നമ്മൾ പിന്നെ നോക്കാൻ തുടങ്ങും. നെഞ്ചുവേദനയുടെ ലക്ഷണങ്ങൾ ഹാർട്ട് അറ്റാക്കാണ്. പിന്നെ നമ്മൾ തന്നെ പറഞ്ഞു തുടങ്ങി ഹാർട്ട് അറ്റാക്ക് ആണെന്ന്. പിന്നെ പറഞ്ഞ് നിങ്ങളതാക്കും. ദയവായിട്ട് എന്തെങ്കിലും രോഗം വന്നാൽ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് പറയാനായിട്ട് കഴിയണം. എന്തുകൊണ്ടാണ്? നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഹല്ലേലൂയ. നമ്മൾ ആ വിശ്വാസം നമ്മുടെ ഉള്ളിൽ വന്നാൽ നമ്മൾ ഏത് സാഹചര്യത്തെയും ജയിക്കാൻ പഠിക്കും. നിങ്ങൾ നോക്കിക്കേ, ഈ ഭൂമിയിൽ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒരു കളക്ടറോ ഒക്കെ വന്നാൽ അവരുടെ കൂടെ ആൾക്കാരുണ്ടാവും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അല്ലേ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഒരു നരേന്ദ്രമോദി ഇവിടെ വരുന്നെന്ന് പറഞ്ഞാൽ എയർപോർട്ടിൻ്റെ പരിസരത്ത് ഒരു വാഹനത്തെ വിടില്ല ആ മണിക്കൂറുകളിൽ. എന്തുകൊണ്ടാണ്? പ്രൊട്ടക്ഷൻ. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ മക്കളായ നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് പ്രൊട്ടക്ഷൻ ഇല്ലേ? ഉണ്ട്. സ്തോത്രം. ആരാ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? ദൂതന്മാർ. ഹല്ലേലൂയ. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് ഹല്ലേലൂയ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ നോക്കണമേ, ദൈവമക്കളായ നമുക്ക് എന്തുമാത്രം അധികാരങ്ങളാണ് ദൈവം തന്നിരിക്കുന്നത്, എന്തുമാത്രം പ്രൊട്ടക്ഷനാണ് ദൈവം തന്നിരിക്കുന്നത്. ആയിരക്കണക്കിന് ദൂതന്മാർ നിങ്ങളുടെ കൂടെ ഉണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായാൽ ദൂതന്മാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. നിങ്ങൾ ദൈവത്തിൻ്റെ അസൈൻമെൻറ്റ് ഏറ്റെടുക്കും തോറും ദൈവം കൂടുതൽ ദൂതന്മാരെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. എന്തിനാ? വലിയ പ്രോജക്റ്റാണ്. വലിയ പ്രോജക്റ്റ് ആകുമ്പോൾ ആൾ കൂടുതൽ വേണം, അല്ലേ? ചെറിയ പ്രോജക്റ്റ് ആണെങ്കിൽ വർക്ക് ചെയ്യാൻ കുറച്ച് പേര് മതിയല്ലോ. നിങ്ങൾ വലിയ പ്രോജക്റ്റ് ഏറ്റെടുത്തു തുടങ്ങിയാൽ ആൾക്കാർ കൂടും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ യുദ്ധം ചെയ്യുന്ന ദൂതന്മാർ നിങ്ങൾക്കുണ്ടാവും. മധ്യസ്ഥത ചെയ്ത് പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ വാർഫയർ ഏഞ്ചൽസ് ഉണ്ടാവും, യുദ്ധം ചെയ്യുന്ന ദൂതന്മാർ. നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ ആ ദേശം സുവിശേഷം അറിയട്ടെ എന്നൊക്കെ പറയുമ്പോൾ ദൂതന്മാർ ഇറങ്ങും. ഹല്ലേലൂയ. അവിടെയുള്ള അന്ധകാര ശക്തികളെ വെട്ടാൻ അവിടെയുള്ള പിശാച് ചോദിക്കും, എവിടെന്ന് ഈ ദൂതൻ ഇപ്പോൾ വന്നു? അവന്റെ റൂട്ട് കണ്ടുപിടിച്ച് പോകുമ്പോൾ അത് അവിടെ ഒരു കുഗ്രാമത്തിൽ ഒരു മൂലയ്ക്കകത്തിരുന്ന് ഒരു സാധുവായ ഒരു അമ്മച്ചി പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്നാ അതിന്റെ റൂട്ട് കിടക്കുന്നത്. പിശാചിന് നിൽക്കാൻ പറ്റത്തില്ല, പിശാച് ഓടും. നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ വീടിനകത്തിരുന്ന് പ്രാർത്ഥിക്കുന്നത്. ഒരുപക്ഷെ ഇരിക്കാൻ പോലും സ്ഥലത്തില്ലായിരിക്കാം, ഒരു വെളിച്ചമില്ലാത്ത മുറിയിലായിരിക്കാം നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആ കിരീടം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത്. കാരണം നിങ്ങളുടെ പ്രാർത്ഥനയാണ് ദേശങ്ങളെ സ്വതന്ത്രമാക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയാണ് നമ്മളെ പോലെയുള്ളവരെ എഴുന്നേൽപ്പിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ദൈവം കിരീടം കൊടുത്താൽ ആർക്ക് കൊടുക്കണം? എനിക്ക് തരണോ? അതോ പ്രാർത്ഥിച്ച അമ്മച്ചിക്ക് കൊടുക്കണം? പ്രാർത്ഥിച്ച അമ്മച്ചിക്ക് കിരീടം കിട്ടത്തുള്ളൂ. കാരണം അവരുടെ പ്രാർത്ഥനയാണ് എന്നെ എഴുന്നേൽപ്പിച്ചത്. എന്നെ എഴുന്നേൽപ്പിച്ചപ്പോഴാണ് ദേശം സ്വതന്ത്രമായത്. ഹല്ലേലൂയ. അപ്പോൾ ആർക്കാദ്യം പ്രതിഫലം കിട്ടും? പ്രാർത്ഥിക്കുന്നവന് കിട്ടും. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ആരും അറിയാത്ത ഒന്നും അറിയാത്ത വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഇരുന്ന് പ്രാർത്ഥനാ മുറിയിലിരുന്ന് അപ്പാ ദേശത്തെ വിടിവിക്കണമേ എന്ന് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്നെങ്കിൽ അവിടെ ദൈവദൂതന്മാർ ചരിക്കും. ഹല്ലേലൂയ. കാരണം അത്രത്തോളം ദൂതന്മാരെ ദൈവം നമുക്ക് വേണ്ടി അസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കും, ഞാനിപ്പോൾ പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം? ഇവിടെ കണ്ണ് തുറന്നിട്ടില്ല, അതാ കാണാത്തത്. ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എന്നോട് അസൈൻ ചെയ്തിരിക്കുന്ന ദൂതന്മാരെയൊക്കെ കാണാനുള്ള കൃപ എനിക്ക് തരണം. വാർഫെയർ ഏഞ്ചൽസിനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല, എനിക്കൊന്ന് കണ്ടതിന് കൊള്ളായിരുന്നു. ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ, നമ്മൾ ഈ പഴയ കാലത്ത് ഈ റോമൻ പട്ടാളക്കാരില്ലേ, പട്ടാളക്കാർ കണ്ടിട്ടുണ്ടോയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പണ്ടത്തെ പട്ടാളക്കാർ ഈ ഒരു ആർമറൊക്കെ ധരിച്ചിട്ട് തലയിലൊക്കെ ഒരു തൊപ്പിയൊക്കെ വെച്ച് അതിൽ അങ്ങനത്തെ ടൈപ്പ് ദൂതനെ ഞാൻ കണ്ടു. ഹല്ലേലൂയ. ഒത്തിരി സന്തോഷം തോന്നി. വാളൊക്കെ പിടിച്ചിട്ട് നിൽക്കുന്ന ദൂതൻ, അങ്ങനെ ഹെൽമറ്റൊക്കെ ധരിച്ച്, ഒന്നും കാണാൻ പറ്റുന്നില്ല, കയ്യിലൊക്കെ ഏതാണ്ട് എന്തോ ആണോ, ഇരുമ്പാണോ അതോ വേറെ എന്തോ ഒരു മെറ്റീരിയലാണ്, അതെല്ലാം ധരിച്ചു നിൽക്കുന്ന ദൂതൻ. ഹല്ലേലൂയ. അപ്പോൾ ഒരു ദൂതനെയല്ലേ കണ്ടല്ലോ, എത്രയോ ദൂതന്മാരുണ്ടാവും അല്ലേ? വാർഫെയർ ഏഞ്ചൽസ് നമുക്ക് വേണ്ടി ഉണ്ടാവും. നമ്മൾ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൂതന്മാർ ചലിക്കും. ഹല്ലേലൂയ. പല ചെറുചെറികളും കീഴടങ്ങും, പിശാചുകളെ അവർ ഇറങ്ങി വെട്ടും. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന, അതാ ഞാൻ പറയുന്നത്, ശക്തമാക്കണം. ഒരു അഭിഷേകത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അന്യഭാഷകളിൽ കർത്താവേ എനിക്ക് സംസാരിക്കണം, ആശയോടെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നിങ്ങൾക്ക് ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടായിരിക്കും അല്ലേ? എങ്ങനെ പ്രാർത്ഥിക്കണം കർത്താവേ? ഒന്നും അറിഞ്ഞുകൂടാ. അതിനാണ് നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്യം ഞാനിപ്പോൾ വായിക്കാനായി പോകുന്നത്. വളരെ ശ്രദ്ധിച്ച് കേട്ടോളൂ. ഈ വാക്യം കൂടി
വായിച്ചിട്ട് നമ്മൾ നിർത്തുകയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. അപ്പോൾ വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നിങ്ങൾക്കറിയില്ല, നമുക്കറിയില്ല അല്ലേ? എന്തൊക്കെയാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്, അടുത്ത് വരുന്ന സിറ്റുവേഷൻ എന്താണ്, നാളെ എൻ്റെ ജീവിതം എന്താണ്, ഒന്നും നമുക്കറിയില്ല. അപ്പോൾ ദൈവഹിതത്തിനനുസരിച്ച് പ്രാർത്ഥിക്കണം അല്ലേ? അതിന് ദൈവഹിതം നമുക്കറിയാമോ? കുറച്ച് കാര്യങ്ങളൊക്കെ വെളിപ്പെട്ട് വരും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, എല്ലാം ഒന്നും നമുക്കറിയത്തില്ല അല്ലേ? അപ്പോൾ ദൈവഹിതപ്രകാരം ദൈവത്തോട് ഇൻ്റർസീഡ് ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ നമ്മുടെ അകത്ത് തന്നെ ഒരാളുണ്ട്. ആരാണ്? പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് നന്മയാണോ തിന്മയാണോ എന്തൊക്കെയാണ് സകലവും അറിയാന്നുള്ള പരിശുദ്ധാത്മാവ് നമ്മൾ ബുദ്ധി കൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കും. അതാണോ ശരിക്കും പ്രാർത്ഥിക്കേണ്ടതെന്ന് നമുക്കൊട്ട് അറിയത്തുമില്ല. നമ്മൾ അത് പൂർണ്ണമാണോ എന്ന് നമുക്കറിയത്തില്ല. എന്നാൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ്, നമ്മളെ നന്നായി അറിയാവുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ ബലഹീനതയിൽ തുണ നിൽക്കുന്നു. അത് ഒരു കാര്യമാവുന്നുള്ളൂ. ഒത്തിരി കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഒരു കാര്യമാണെന്ത്? പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ്. ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ, അത് ഉച്ചരിക്കാൻ പറ്റില്ല, ഉച്ചരിക്കാൻ പറ്റാത്ത ഞരക്കങ്ങളാൽ ഇങ്ങനെയൊക്കെ വരുമോ? ചില സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, എനിക്കറിയില്ല നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വരുമെന്ന് അറിയത്തില്ല, ചില ഞരക്കങ്ങൾ ഉള്ളിൽ നിന്നുള്ള ഡീപ്പ് സൈ എന്ന് പറയും. ചില ഞരക്കങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാവും അല്ലേ? ഡീപ്പായിട്ടുള്ള സൈ അങ്ങനെ ഉണ്ടാവും. ദീർഘശ്വാസം ഇങ്ങനെയൊക്കെ നമ്മൾ പറയും അല്ലേ? അങ്ങനെയൊക്കെ അതെല്ലാം ഒരു കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് ആക്കി പരിശുദ്ധാത്മാവ് മാറ്റും. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ നിന്ന് എന്തിനാണ് നമ്മൾ ഞരങ്ങുന്നത്, ഉള്ളിൽ ഭാരപ്പെടുന്നത്, ആ വിഷയം ആർക്ക് നന്നായി അറിയാം? പരിശുദ്ധാത്മാവിനെ അറിയാം. അപ്പോൾ ദൈവഹിതപ്രകാരമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. ഉച്ചരിച്ചു കൂടാത്ത വാക്കുകളാൽ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അത് ഉച്ചരിക്കാൻ പറ്റില്ല ആ വാക്കുകളൊന്നും. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഈ ഞരക്കം എന്ന് പറയുന്ന ഗ്രോണിങ്സ് ഓഫ് ദി സ്പിരിറ്റ് എന്ന് നമ്മൾ പറയും. ഉള്ളിലിരുന്ന് ആത്മാവ് ഞരങ്ങി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഇവൻ ഇതൊന്നും കഴിയുന്നില്ല, ഇവനെ സഹായിക്കണമേ, ഉയരത്തിൽ നിന്ന് ശക്തി അയക്കണമേ, ഇവനെ മുകളിലോട്ട് പറക്കാൻ തക്കവണ്ണം ശക്തിയെ അയക്കണമേ. ഹല്ലേലൂയ. അതെല്ലാം പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. പല സമയങ്ങളിലും എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഉച്ചരിച്ചു കൂടാത്ത ചില ഭാഷകൾ കൊണ്ട് പരിശുദ്ധാത്മാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. ആ പ്രാർത്ഥന കഴിയുമ്പോൾ ഞാൻ ഫ്രീ ആവും. എന്തെങ്കിലും ബുദ്ധിമുട്ടോടു കൂടിയാണ് ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്നെങ്കിൽ ചിലപ്പോൾ ഒരു വാക്കുകളും വരില്ലായിരിക്കും, ചിലപ്പോൾ നമുക്ക് കരയാനേ കഴിയുള്ളൂ അല്ലേ ദൈവസന്നിധിയിൽ ഇരുന്ന്. അതിനിടയിൽ പരിശുദ്ധാത്മാവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിയും ദൈവത്തോട്. നമ്മുടെ ആ വലിയ ഭാരം നീങ്ങിയതുപോലെ നമുക്ക് തോന്നും. അതുകൊണ്ടാണ് പറയുന്നത്, എന്ത് പ്രയാസം നിങ്ങൾ നേരിട്ടാലും ജഡത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യാൻ നോക്കരുത്. മനസ്സിലായോ? എന്ത് പ്രയാസം നേരിട്ടാലും പ്രാർത്ഥിക്കണം. ഒന്നും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ലെങ്കിൽ വർഷിപ്പ് ചെയ്യ്, ദൈവത്തെ ആരാധിക്കുക. ഇനി ദൈവസന്നിധിയിൽ ഇരുന്ന് കരയാനാണ് കഴിയുന്നെങ്കിൽ നമ്മൾ കരഞ്ഞു പ്രാർത്ഥിക്കണം. ആ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ആര് പക്ഷപാതം ചെയ്യും? പരിശുദ്ധാത്മാവ്. ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി പരിശുദ്ധാത്മാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നമ്മളിത് അറിയാതിരിക്കുകയായിരുന്നില്ല ഇത്രയും കാലം. നമുക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഹല്ലേലൂയ. ഉച്ചരിക്കാൻ കഴിയാത്ത വാക്കുകളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ഇന്ന് തൊട്ട് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധാത്മാവേ, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് ഞാൻ അറിയുന്നില്ല, അങ്ങ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും അങ്ങനെ പറയാനായിട്ട് തുടങ്ങുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളിലൂടെ പ്രാർത്ഥിക്കണം. എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെന്ന് പറയുന്ന ഒരു കൈ ഉയർത്തി കാണിച്ച്. കഴിയുന്നില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോകും. എനിക്ക് സ്വയം പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, എൻ്റെ വിഷയങ്ങളിൽ നിന്ന് എനിക്ക് പുറത്തു വരാൻ കഴിയുന്നില്ല, അവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ.
പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ആ ബലത്തെ തരാനായിട്ട് പോവുകയാണ്. സ്വയം പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കാനായിട്ട് കഴിയുന്നില്ല. ഇരിക്കുമ്പോൾ പല ഭാരങ്ങളാണ്, പല വേദനകളാണ് മനസ്സിനകത്ത്. എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. യൂട്യൂബിൽ എന്നെ കാണുന്ന സഹോദരങ്ങൾ, നിങ്ങൾക്ക് ആർക്കെല്ലാമാണോ പ്രാർത്ഥിക്കാൻ കഴിയാത്ത അവസ്ഥയുള്ളത്, നിങ്ങളുടെ ബലഹീനതയിൽ തുണ നിൽക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൂടെ ഇറങ്ങി വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി പോകുന്നു. ഇന്ന് മുതൽ പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങൾ ഒന്നിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് ഇപ്പോൾ വരികയാണ്. അങ്ങയുടെ വചനം പറയുന്ന പോലെ കർത്താവേ, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് ഞങ്ങൾ അറിയുന്നില്ല. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്ന് വചനത്തിൽ വായിച്ചതുപോലെ പ്രിയ മക്കൾക്ക് അങ്ങനെ ഒരു അനുഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആരെല്ലാമാണോ ആഗ്രഹത്തോടെ ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ ഞാൻ അവർക്കായി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അങ്ങയുടെ അത്ഭുതകരം ഇപ്പോൾ ചലിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയാലെ അവർ നിറയട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇപ്പോൾ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ പ്രാർത്ഥിക്കുവാനായിട്ട് പ്രിയ മക്കളെ പരിശുദ്ധാത്മാവ് സഹായിക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും വായികളെ തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. വായികളെ തുറന്നിട്ട് യേശുവേ എന്ന് വിളിച്ചാട്ടെ. യേശുവേ, 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 ഹല്ലേലൂയ, യേശുവേ വിളിച്ചാട്ടെ. യേശുവിൻ്റെ നാമം വിളിച്ചാട്ടെ. യേശുവേ എന്ന് ഉറക്കെ വിളിച്ചാട്ടെ. യേശുവേ, ഹല്ലേലൂയ, യേശുവേ, ആ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ എന്നെ നിറയ്ക്കണമേ കർത്താവേ. പ്രാർത്ഥിക്കുവാൻ എനിക്ക് കഴിയട്ടെ. ഉച്ചരിച്ചു കൂടാത്ത ആ വാക്കുകളാൽ മധ്യസ്ഥം ചെയ്യുന്ന, എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ആ പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ എന്നിലേക്ക് ഇറങ്ങി വരട്ടെ. ഓ എല്ലാവരും ആ കരങ്ങളെ ചേർത്തടിച്ച്, സാധിക്കുന്നവരെല്ലാവരും ആ കരങ്ങളെ ചേർത്തടിച്ചൊന്ന് പ്രാർത്ഥിച്ച് നിങ്ങളിലേക്ക് ആ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. പ്രാർത്ഥിക്കാൻ കഴിയാത്ത മരവിപ്പുകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. I command all the evil spirit came out from their body now. യേശുവിന്റെ നാമത്തിൽ എല്ലാ ദുരാത്മാക്കളും ആ ശരീരം വിട്ട് പുറത്തു പോകട്ടെ. അവരെ ആരാധിക്കാൻ അനുവദിക്കാത്ത, പ്രാർത്ഥിക്കാൻ അനുവദിക്കാത്ത എല്ലാ ദുരാത്മാക്കളും പുറത്തു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അവർ ഫ്രീ ആകട്ടെ, ഫ്രീ ആകട്ടെ. വായികളെ തുറന്ന് നിങ്ങൾ സ്തുതിച്ചാട്ടെ. ഒന്നും പറയാൻ അറിഞ്ഞിടാത്ത ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ടങ്സ് വരുന്നെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഓര തോരലേ ശരോ ഖലാര തോരലേ സരോ ഏസരനല ഹബ്ബരാര കോനലേ ശരോ ഖലാര തോരെ രാബൽ സബരാ റീഖന ലഗ ശബറോ ലഹസ്ബരാ റേനെ ലേഗ ശരോ ഖലാര തോര റീഗൽ സബരാ റഖനോ ലഗ ശബറോ ലേഖസ്ബരാ നഖലെ റേൻതേ റീഗൽ സബരാ റീഖന ലഗ ശബരാ ലേഖസ്ബരാ റഖന ലേഗ ശബരാ റീഗല ശബരാ റീഖന ദർശമനാന്തര റീഗല ശബരാ റീഖന. പ്രാർത്ഥിക്കാൻ കഴിയാത്ത അവസ്ഥകൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എല്ലാ ഈവിൾ സ്പിരിറ്റുകളും പ്രാർത്ഥനയ്ക്ക് അനുവദിക്കാത്ത, അവരെ ആരാധിക്കാൻ അനുവദിക്കാത്ത എല്ലാ ദുരാത്മ ശക്തികളും ആ കുടുംബത്തിനകത്തുനിന്ന് വിട്ടുപോകാൻ ഞാൻ കൽപ്പിച്ചു പ്രാർത്ഥിക്കുക. In the name of Jesus, in the name of Jesus, in the name of Jesus. Ora thore lege sharo khalar thore lege sabara ranola saro khalar thore ribala vashmana theragana lege saro laro thara laga saro khalar thore re bana laga sharo khalar thore ribal savana re thera rigala sabara rigana darshado re dera rigala sabara rigana leh sabara re khela rigala saro khalar thore rigal sabara. പരിശുദ്ധാത്മാവിന്റെ അഗ്നി വ്യാപരിക്കട്ടെ എല്ലാ ഭവനങ്ങളിലേക്ക് കർത്താവേ, എല്ലാ വ്യക്തികളിലേക്ക് ഇപ്പോൾ ആത്മാവിന്റെ തീ വ്യാപരിക്കട്ടെ. ഇപ്പോൾ ആ നാവിലെ കെട്ടുകൾ പൊട്ടിമാറട്ടെ കർത്താവേ. ആ കരങ്ങൾ അടിക്കാനുള്ള തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആ കരങ്ങളിലേക്ക് ബലം വ്യാപരിക്കട്ടെ, അഗ്നി വ്യാപരിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. ആ കരങ്ങളിലെ തളർച്ചകൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. ആ കരങ്ങൾ ബലപ്പെടട്ടെ. ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാനായുള്ള കർത്താവേ അധോര അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ.
Rallo Sarokala Tora Regal Sabara Regana Lagashabara Re Regal Sarokala Tora Regal Samana Rentera Regal Sabara Regana Lagashabara Rakona Belahina the Kuda Irikana Marisha Avali Karamarana Praktikiana Pavia Vali Todi Sampavicata Darshanangal Karnavara Kata Eshu in the Namatal Eshu in the Namatala Vali Revatil Sanity or Anipavicana I Tirata O the Tora Regal Sarokala and Tarabana Legashamana Rentara Regala Samura Hala Sarona Hasbara Rabana Leva Sarokala Tora Regal Sabara Rela Hasarokala Rantaro Rabana Legashabara Ratona Regal Sabaro Ragala Shamana Repere Rabal Samanantara Regala Dare Shamana Regala Ratora Regala Sabara Regana Lega Sabara Ella പിശാചിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ അവരുടെ കുടുംബങ്ങൾ വിട്ട് അഴിഞ്ഞു മാറട്ടെ. അവരെ മുന്നോട്ട് വിടാത്ത എല്ലാ പദ്ധതികളെയും ഞാൻ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. In the name of Jesus, hallelujah. യേശുവിന്റെ നാമത്തിൽ ആരാധിച്ചൊരു ജയത്തെ എടുത്താട്ടെ. നിങ്ങൾ ആരാധിച്ചാട്ടെ. ശക്തമായി ദൈവസന്നിധിയിൽ നിങ്ങളുടെ കുടുംബത്തിനകത്തേക്ക് ദൈവത്തിന്റെ കരം ഇപ്പോൾ ചലിക്കട്ടെ. മാറാത്ത തലമുറകളെ ദൈവം മാറ്റട്ടെ. യേശുവിന്റെ നാമത്തിൽ തലമുറകളിൽ വ്യാപരിക്കുന്ന ദുരാത്മശക്തികൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ശാപങ്ങൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടട്ടെ. എല്ലാ സർപ്പശക്തികളും യേശുവിന്റെ നാമത്തിൽ പുറത്തുപോകാൻ ഞാൻ കൽപ്പിച്ചു പ്രാർത്ഥിക്കാം. The name of Jesus, I command, come out now in the name of Jesus. Raktholo legashabaro rekal spararikana legashabara rentera regal sarokalara thoro regal sabara rentera regal sabara regal samano thararigana യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ഇപ്പോൾ കർത്താവിന്റെ അത്ഭുത കരങ്ങൾ ചലിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. താങ്ക് യു ജീസസ്. അവരുടെ കുടുംബങ്ങൾ ഫ്രീ ആകട്ടെ. ഇപ്പോൾ ഇവിടെ ആരെല്ലാമാണോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ കുടുംബങ്ങളെ ദൈവം തൊടണം. യേശുവിന്റെ നാമത്തിൽ ഓരോ വ്യക്തികളെയും തൊടണം. തലമുറകളെ, ഇവിടെ ഭാര്യയെ, മക്കളെ, ഓ ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തൊട്ടാട്ടെ. മാതാപിതാക്കളെ, the name of Jesus. ഞങ്ങൾ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ അവിടെ ദൈവദൂതന്മാർ ഇറങ്ങട്ടെ. ദൈവദൂതന്മാർ ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ദൈവപ്രവൃത്തി ആ കുടുംബങ്ങളിൽ വ്യാപരിക്കട്ടെ കർത്താവേ. ഈ കുടുംബങ്ങൾ സ്വതന്ത്രമാകട്ടെ. യൂട്യൂബിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ കുടുംബങ്ങൾ സ്വതന്ത്രമാകട്ടെ. ഇപ്പോൾ ദൈവത്തിന്റെ അത്ഭുതകരം ഓരോ കുടുംബത്തിലും ചലിക്കുന്നതിനായി സ്തോത്രം. ചിലർക്കെല്ലാം തീ കത്തുന്ന അനുഭവം നിങ്ങളുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. ഹല്ലേലൂയ. ചൂടുപിടിക്കുന്ന അനുഭവങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയേറിയ ചലനമാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയേറിയ സാന്നിധ്യം നിങ്ങളുടെ ശരീരത്തിൽ അങ്ങനെ അനുഭവിക്കാനായി നിങ്ങൾക്ക് കഴിയുന്നു. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ശരീരത്തിൽ തളർച്ചകൾ ഇടുന്ന ചില ദുരാത്മമണ്ഡലങ്ങൾ ഇപ്പോൾ അഴിഞ്ഞു മാറുകയാണ്. ശരീരം തളർന്നു പോകുന്ന പോലെ തോന്നുന്ന അവസ്ഥകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകുന്നു. ഇപ്പോൾ മാറിപ്പോകുന്നു. The name of Jesus, hallelujah. കർത്താവിന്റെ അത്ഭുതകരം ചലിക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. ഓ thank you Lord, thank you Lord, thank you Lord, thank you Jesus, thank you Jesus, thank you Jesus, hallelujah. കർത്താവിന്റെ അത്ഭുതകരം ചലിച്ചതിനായി സ്തോത്രം കർത്താവെ. അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ പ്രിയ മക്കളെ സഹായിക്കുന്നതിനായി നന്ദി. നമ്മൾ മക്കളെങ്കിലോ ദൈവഹിതത്താൽ അവകാശികളുമാകുന്നു. പുത്രത്വത്തിന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പാ പിതാവേ എന്ന് ഏത് സമയത്തും വിളിക്കാനായി നമുക്ക് കഴിയുന്നതിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. എപ്പോഴും അങ്ങനെ വിളിക്കുവാനായിട്ട് ഞങ്ങളെ അങ്ങ് സഹായിക്കുന്നതിനായി നന്ദി. നമുക്കിപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ഒരു ഗാനം പാടാം. എഴുന്നേറ്റ് നിന്ന് കരങ്ങളെ അടിച്ച് ആരാധിക്കാം. Thank you Jesus, hallelujah. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യ തേജസ്സിൽ ഘനമോർത്തിടുമ്പോൾ നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. ഹല്ലേലൂയ. Thank you Jesus, thank you Lord, hallelujah. ഒരുമിച്ച് നമുക്ക് ആരാധിക്കാം. Hallelujah. Thank you Jesus. സാരമില്ല
Saralo
ഹല്ലേലൂയ. കർത്താവേ, എല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പുതിയ ചില അനുഭവങ്ങൾ ചിലർക്ക് കർത്താവ് കൊടുത്തതിനായി നന്ദിയപ്പ. യേശുവിൻ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. അവരെ ധാരാളമായി അനുഗ്രഹിക്കണം, അവരോട് കൂടെ ഇരിക്കണം. ഇവിടെ ആവശ്യം കണ്ട മേലെ കർത്താവിന്റെ കരം ചലിക്കണമേ അപ്പ. ആരും നിരാശപ്പെട്ടു പോകാൻ അനുവദിക്കരുത്. ഒറ്റ ദുഷ്ടൻ അവരുടെ വഴിയിൽ തൊടാൻ ദൈവം അനുവദിക്കരുത്. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. you